വീടിനോട് ചേർന്ന് ഒരു കുഞ്ഞു ഗോശാല, അതിൽ നിറയെ ഇത്തിരി കുഞ്ഞൻ പശുക്കൾ. അവരെ പരിപാലിച്ചു കഴിയുന്ന അധ്യാപക ദമ്പതികൾ. പറഞ്ഞു വരുന്നത് സിനിമാ കഥയല്ല, തൊടുപുഴ സ്വദേശി രാജുവിന്റെയും അജിതയുടെയും ജീവിത കഥയാണ്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച ശേഷം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞവരാണ് രാജുമാഷും അജിത ടീച്ചറും. ഇത്തിരി കുഞ്ഞൻ പശുക്കളോടുള്ള ഇഷ്ടം കാസർഗോഡൻ കുള്ളൻ വെച്ചൂർ പശുവിലേക്ക് എത്തിച്ചു. പിന്നീട് ആന്ധ്രയിൽ നിന്നുള്ള പൊങ്കാനൂർ പശുക്കളിലേക്കും. കോളപ്രയിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഇത്തരത്തിൽ 10 പശുക്കളെയാണ് ഇവർ പോറ്റി വളർത്തുന്നത്. വൈറ്റ് കളറിലുള്ള വെച്ചൊരു സാധാരണതയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൃഗാശുപത്രിയിൽ നിന്ന് അവർക്ക് പോലെ മാറിപ്പോയതായിരിക്കും. അന്നേരമാണ് ഈ തൊടുപുഴയുള്ള ഒരു ജെയ്സൺ ഡോക്ടർ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പം പറഞ്ഞു, അത് നിങ്ങൾ വളരെ ലക്കിയാണ്. കാരണം എന്നാ വെച്ചാൽ ഒരു 1% ഇങ്ങനത്തെ വെച്ചൂരുണ്ടാവുള്ളൂ, വൈറ്റ് കളറിലുള്ള വെച്ചൂരുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് വലുതായപ്പോൾ ഇവിടെ ഒരു വേണുഗോപാൽ സാറ്, വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വേണുഗോപാൽ സാറ് ഇവിടെ വന്ന് സാറ് പശുവിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ഇതിന് പൊങ്കനൂർ എന്ന് പറയുന്ന ഇനമായിട്ട് ആന്ധ്രാപ്രദേശിലുള്ളൊരു പശുവാണ്, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള പശുവാണ്, ഏറ്റവും പൊക്കം കുറവാണ്. അങ്ങനെയാണ് നമ്മൾ ആ പശുവിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് സാറിൻ്റെ വിവരണത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നി. സാറ് പറഞ്ഞു, ഇതിൻ്റെ 7 ഞാൻ അവിടുന്ന് വരുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇതിന് കുത്തിവെച്ചാൽ ഒരു 90% ഈ പൊങ്കനൂരിനോട് സാമ്യമുള്ള പശു ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുത്തിവെച്ച് ഉണ്ടായതാണ് ഇപ്പോൾ ഈ കാണുന്ന പൊങ്കനൂര്. ഏത് കാലാവസ്ഥയോടും പൊരുത്തപ്പെടുമെന്നതും രോഗപ്രതിരോധ ശേഷിയും ഇവയുടെ പ്രത്യേകതയാണ്. പരിപാലിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. നല്ല ഇണക്കമുള്ള ഇത്തിരി കുഞ്ഞന്മാർക്ക് തീറ്റയും കുറച്ചു മതി. സാധാരണ പുല്ലൊക്കെ തന്നെ. പുല്ല് ഞങ്ങൾ അരിഞ്ഞു കൊടുക്കാം. ഞങ്ങൾ സൂപ്പർ നേപ്പിയർ എന്നും പറഞ്ഞുകൊണ്ടൊരു പുല്ല് നട്ട് വളർത്തിയിട്ടുണ്ട്. ആ പുല്ല് അരിഞ്ഞാണ് കൊടുക്കുന്നത്. അവൽത്തവിട് മേടിക്കുന്നുണ്ട്, പരുത്തി പിണ്ണാക്ക് മേടിക്കുന്നുണ്ട്, പിന്നെ ഗോതമ്പ് തവിട്. ഈ തവിടുകളും ഈ പിണ്ണാക്കും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ആണ് കാലിത്തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കളെപ്പോലെ തന്നെയാണ് ഇവർ. മക്കൾ നല്ല കുടുംബമായിട്ട് നല്ലതുപോലെ ഒരു ഇഴുകിച്ചേർന്ന് എപ്പോഴും നമ്മളെ കണ്ടില്ലെങ്കിൽ ഇവർ വിളിക്കും. രണ്ട് ലിറ്റർ പാൽ വരെ ഒരു പശുവിൽ നിന്ന് ലഭിക്കും. ഗുണനിലവാരം കൂടുതലുള്ള പാലിന് മികച്ച വിലയുണ്ടെങ്കിലും വിൽക്കാറില്ല. വീട്ടാവശ്യം കഴിഞ്ഞുള്ളത് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുകയാണ് പതിവ്. ചാണകവും മൂത്രവും കൃഷിക്ക് വളമായും ഉപയോഗിക്കുന്നു. 1.5 ലക്ഷം രൂപ വരെ വിലയുണ്ടെങ്കിലും ഇവയെ കൈവിടാൻ ഇവർ തയ്യാറല്ല. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.